ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ബിസിനസ് അടക്കം എന്ത് ചെയ്യണം, ടേക്ക് ഓവർ ചെയ്യണം. ആ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റണം, വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇത് ഇങ്ങനെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഒരു ACCA പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടികൾ ചോദിക്കുകയാണ്, സാർ എൻ്റെ ഡ്രീം ഇതാണ്, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യലാണ് എൻ്റെ ഡ്രീം. ഞാനിപ്പോൾ ഒരു ACCA പഠിച്ചത് കൊണ്ട് വലിയ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ACCA പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ബിസിനസ്സിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക? അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 കാര്യങ്ങളുണ്ട്. ആ 8 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ACCA കോഴ്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് വരുന്നത് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ആണ്. രണ്ടാമത് വരുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. മൂന്നാമത് വരുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. നാലാമത് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അഞ്ചാമത് വരുന്നത് ലോക്കൽ ലോ ആൻഡ് ടാക്സസ് ആണ്. ആറാമത് വരുന്നത് ബിസിനസ് റിസ്ക് കാര്യങ്ങളൊക്കെയാണ്. ഏഴാമത് വരുന്നത് ബിസിനസ് സ്ട്രാറ്റജി ആണ്. എട്ടാമത് വരുന്നത് ലീഡർഷിപ്പ് ആണ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ 8 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ACCA പഠിക്കുന്നതിലൂടെ ഈ 8 കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ACCA എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇതൊരു മിക്സ് ആണ്. ഒരു MBAക്ക് പഠിക്കാനുള്ള ചില സബ്ജക്റ്റുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ CA ആവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിങ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു ഫിനാൻഷ്യലി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെ അതിന് എത്രമാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റും ചെയ്തിട്ടുണ്ട് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് ഒരു ACCA ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 20-21 വയസ്സാകുന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു 21-22 വയസ്സാകുന്നപ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബിസിനസ് നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാനും ഈ പറഞ്ഞ വയസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സാധിക്കും. ACCA സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഈ 3 സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു കമ്പനിയുടെ P&L നോക്കാനും അത് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നോക്കാനും അത് മനസ്സിലാക്കാനും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്ക് അപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത് പഠിക്കുന്നതിലൂടെ നമുക്കൊരു ബിസിനസ് ഓൺടർപ്രണർ അക്യുമെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ആവാൻ പറ്റും. ഇനി അടുത്തൊരു പേപ്പറാണ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഇത് പഠിക്കുന്നതിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഓഡിറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആണ്. ഈ പേര് തന്നെ ഉണ്ട്, സ്ട്രാറ്റജി, ലീഡർഷിപ്പ്. ഇതിൽ കുറേ കേസ് സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു മോഡേൺ ടെക്നോളജീസ് ആണ്, AI വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കേസ് സ്റ്റഡി ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാനും, പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും, പുതിയ കാര്യങ്ങൾ സ്ട്രാറ്റജി ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പേപ്പറാണ് ടാക്സസ് ആൻഡ് ലോ. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത് UK ടാക്സേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു ഗ്രാജുവേഷൻ ഇതിൻ്റെ കൂടെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ആ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ടാക്സേഷനും ലോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാനും, നമുക്ക് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനും, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. നിങ്ങളുടെ ഡ്രീം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഒരു റെവല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ +2 പഠിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ACCA പഠിക്കുക. ACCA നിങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും, ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ചെയ്യാനും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെങ്കിലും പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഫഷണലി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു 20-21 വയസ്സാകുന്നപ്പോഴത്തേക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.